വടക്കൻ പറവൂർ കിടാമംഗലത്ത് നല്ലിയടത്ത് തറവാട് അപ്പുപിള്ളയുടെയും കാർത്തേനി അമ്മയുടെയും മകൻ പി കേശവദേവ് എൻ്റെ അച്ഛൻ. എതിർപ്പിൻ്റെ അഗ്നിശോഭയുള്ള സ്നേഹത്തിൻ്റെ കഥകളാണ് പി കേശവദേവിൻ്റേത്. ഒരു കാലഘട്ടത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സ്നേഹവും എതിർപ്പും പ്രതിഷേധവും പകയും വിപ്ലവവും ഒക്കെ അദ്ദേഹം കഥകളിൽ നിറച്ചു, ആസ്വാദ്യകരമാക്കി. ഇന്ന് എൻ്റെ അച്ഛനിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പി കേശവദേവിൻ്റെ മകൻ ഡോക്ടർ ജ്യോതിദേവാണ്. ലോകമറിയപ്പെടുന്ന ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ ജ്യോതിദേവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ എൻ്റെ അച്ഛനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. അദ്ദേഹം ലേറ്റായി വിവാഹം കഴിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ വളരെ പ്രായം ചെന്ന ഒരാളായിരുന്നു. എങ്ങനെയായിരുന്നു പ്രായം ചെന്ന അച്ഛനും പ്രായം കുറഞ്ഞ മകനും തമ്മിലുള്ള അന്നത്തെ ബന്ധം? ഇപ്പോൾ ആമുഖത്തിൽ പറഞ്ഞല്ലോ, സല്ല് പറഞ്ഞു, പ്രതിഷേധിയായിരുന്നു, എതിർപ്പുകാരനായിരുന്നു, ധിക്കാരിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അച്ഛനെ ഞാൻ കണ്ടിരുന്നത് ഒരുപക്ഷെ വാർത്തകളിലും മാധ്യമങ്ങളിലും മാത്രമായിരുന്നു. വീടിനുള്ളിലും അച്ഛൻ എന്ന നിലയിലും വളരെ വ്യത്യസ്തനായ ഒരാളായിരുന്നു പി കേശവദേവ്. അപ്പോൾ എന്നെ ജ്യോതിദേവെന്നോ അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചിരുന്ന ഉണ്ണികൃഷ്ണനെന്നോ എന്നെ ഒരു പ്രാവശ്യം പോലും വിളിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ എന്നെ മക്കളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മോനൂട്ടി എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പ്രായത്തിൻ്റെ ഒരു അന്തരം തീർച്ചയായിട്ടും ഒരു പക്ഷേ കുഞ്ഞ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും അന്ന് അറിവില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് പേരക്കിടാങ്ങളോട് വാത്സല്യം പലപ്പോഴും കൂടുതലാണ്. അപ്പോൾ ഒരുപക്ഷെ മകൻ്റെ പ്രായമായിരിക്കും എനിക്ക് അന്നുള്ളത്. കാരണം അച്ഛന് അന്ന് നല്ല പ്രായമുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ അമ്മയോടൊപ്പമായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും ശ്രദ്ധിച്ചിരുന്നത് അച്ഛൻ്റെ ആ സജീവമായ ഒരു ജീവിതമുണ്ടല്ലോ, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം, എഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ജീവിതം, അതിന് തടസ്സം കൂടാതെ അതിനുള്ള എല്ലാ രംഗവും വീട്ടിൽ ഒരുക്കി കൊടുക്കുക, നിശബ്ദമായൊരു അന്തരീക്ഷം. പക്ഷേ എല്ലാ ദിവസവും എപ്പോഴും ആവശ്യമുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റ് അച്ഛന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു എൻ്റെ അച്ഛൻ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓടയിൽ നിന്നെന്ന നോവൽ ഡോക്ടർ എന്നാണ്, എപ്പോഴാണ്, ഏത് പ്രായത്തിലാണ് വായിക്കുന്നത്? എനിക്ക് വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്കറിയാം ഓടയിൽ നിന്നാണ് അച്ഛൻ്റെ പ്രഥമ നോവലെന്നും ഏറ്റവും പ്രശസ്തമായ നോവലെന്നും. ആ പുസ്തകം പലരും സ്കൂളുകളിലും മറ്റും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാനത് ആദ്യമായിട്ട് വായിക്കുവാൻ ശ്രമിക്കുന്നത് 4ാം ക്ലാസ് കഴിയുമ്പോഴാണ്. പക്ഷെ ഓരോ പ്രായത്തിലത് വായിക്കുമ്പോഴും എനിക്ക് ഓരോ വികാരമാണ്. ആദ്യം വെറും ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ പിന്നെ വായിക്കുമ്പോഴത്തേക്ക് മറ്റെന്തോ വികാരം എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ അതിലെ കഥാപാത്രത്തെ തിരിച്ചറിയുന്നതും അച്ഛൻ അതിലൂടെ എന്തൊക്കെയാണ് ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതൊക്കെ അച്ഛനോടൊപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ആ കട്ടിലിനരികിൽ നിന്നത് വായിച്ചപ്പോഴാണ്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് അത് വായിച്ചത്. അപ്പോൾ അച്ഛൻ അത് വികാരം ഉൾക്കൊള്ളുകയും അത് എല്ലാം ദേവാണല്ലോ, കേശവദേവ് എല്ലാ നോവലുകളിലും ഉണ്ട്, എല്ലാ കഥകളിലും ഉണ്ട്. അപ്പോൾ അതിൽ സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്, അതിൽ ഒരുപാട് വികാരങ്ങളുണ്ട്. അപ്പോൾ അച്ഛൻ അതിലൂടെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ നോവൽ ഇപ്പോൾ എനിക്ക് വായിച്ചു കഴിഞ്ഞാൽ വേറെ വികാരമാണ് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും മായാത്ത, മറക്കാനാകാത്ത, മലയാളം ഉള്ളിടത്തോളം കാലം ജീവിച്ചിരിക്കുന്ന, നിലനിൽക്കുന്ന ഒന്നായിരിക്കും ഓടയിൽ നിന്ന്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം അച്ഛൻ്റെ ഗുസ്തി എന്ന് പറയുന്ന ചെറുകഥയാണ്.
അദ്ദേഹത്തിൻ്റെ കാലാനന്തരം ഇപ്പോൾ ഡോക്ടർ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നതെന്ന്. അപ്പോൾ കാലാനന്തരം അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിക്കുമ്പോൾ അച്ഛൻ്റെ അരികിലിരുന്ന് ഓടയിൽ നിന്ന് വായിച്ചു എന്ന് പറഞ്ഞു. കാലങ്ങൾക്ക് ശേഷം മരണശേഷം അത് വായിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ ഓടയിൽ നിന്ന് കയ്യിലെടുക്കുമ്പോഴും വായിക്കുമ്പോഴും ഉണ്ടാകുന്നൊരു അച്ഛൻ്റെ ആ പുസ്തകങ്ങളിൽ ഞാൻ കണ്ടെത്തിയൊരു സത്യം, കാലം എത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ ഒരുപാട് മോഡേണിസം വന്നു, നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ചു. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഈ കഥകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ നോവലുകൾ ഇപ്പോഴും വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇന്നേക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് എന്നാണ്. ഇപ്പോൾ മതഭ്രാന്തിനെക്കുറിച്ചുള്ളൊരു ഭ്രാന്താലയമാണെങ്കിലും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥയായ ഓടയിൽ നിന്നാണ് എങ്കിലും അയൽക്കാർ എന്ന ബൃഹത്തായ കേരളത്തിൻ്റെ ചരിത്രമാണെങ്കിലും അത് വായിക്കുമ്പോൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു കഥയാണെന്ന് തോന്നിപ്പോകും. അത് അച്ഛൻ്റെ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നാറില്ല. അത് ഇന്നലെ അച്ഛൻ എഴുതിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പുതിയതാണെന്ന് തോന്നും. പണ്ട് വായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു പഴമ അനുഭവപ്പെടാതെ എനിക്ക് അത് പുതിയതാണ് എന്നൊരു തോന്നലോട് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റ് കഥകളിൽ എനിക്കത് അങ്ങനെ തോന്നാറില്ല. ഒരുപക്ഷെ അച്ഛൻ എഴുതിയതുകൊണ്ടായിരിക്കാം. ഈ കേശവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി എന്നിവരൊക്കെയാണ് മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ വിപ്ലവം ഉണ്ടാക്കിയവർ. അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എങ്ങനെയായിരുന്നു? അവരൊക്കെ വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ഓർമ്മയുണ്ടോ? ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവർ മൂന്നുപേരും വളരെ അടുത്ത് പ്രവർത്തിച്ച ആൾക്കാരായിരുന്നു. പണ്ടൊക്കെ ദേവ്, തകഴി, ബഷീർ എന്ന ത്രിമൂർത്തികളായിരുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കാരത്തെക്കാളായിട്ട് അറിഞ്ഞിരുന്നത്. ഈയിടയ്ക്ക് ഞാനും എൻ്റെ അമ്മയും മകനും കൂടി തഴിയങ്ങളുടെ വീട് സന്ദർശിക്കുകയുണ്ടായി. വല്ലാത്തൊരു വികാര വായ്പോടു കൂടിയാണ് കാത്ത ചേച്ചിയും മക്കളും എല്ലാം ഞങ്ങൾ സ്വീകരിച്ചത്. തഴിയങ്ങളുമായിട്ട് ഒരുപാട് ഓർമ്മകളാണുള്ളത്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴും പലപ്പോഴും തഴിയങ്ങൾ വീട്ടിൽ വരുമായിരുന്നു കൂട്ടുകാരോടൊപ്പം. മരണാന്തരവും വരുമായിരുന്നു. മരണശേഷം കാണുമ്പോഴത്തേക്ക് എന്നെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തഴിയങ്ങൾ കരയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ വികാരം നിയന്ത്രിക്കാൻ കഴിയാറില്ല. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു സ്ഥാനത്ത് അദ്ദേഹം എന്നെ കാണുക അങ്ങനെ എന്തുവാണ് കെട്ടിപ്പിടിച്ച് അങ്ങ് വിങ്ങിപ്പൊട്ടി കരയാറുണ്ട്. എനിക്ക് തോന്നുന്നു അവസാനം കോട്ടയത്തെ സാഹിത്യ പ്രവർത്തക സഹന സംഘത്തിൻ്റെ ഒരു ഇലക്ഷനാണ് തഴിയങ്ങളിനെ ഞാൻ അവസാനം കാണുന്നത്. അന്ന് കണ്ട് എന്നെ നോക്കി പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഇവരെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്തത്. അപ്പോൾ അവർ തമ്മിൽ വെറും സുഹൃത്ത് ബന്ധം ആയിരുന്നില്ല. കാരണം അന്ന് അവർ വെറുതെ കഥ എഴുതിയിരുന്നവരല്ല. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ചിലപ്പോൾ കഥ എഴുതുന്നവർ പ്രശസ്തരാകാൻ വേണ്ടി കഥ എഴുതുന്നവർ കാണും, അല്ലെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടി കഥ എഴുതുന്നവരെ കാണും. പക്ഷെ അന്നത്തെ ഈ ത്രിമൂർത്തികൾ കഥ രചിച്ചിരുന്നത് അന്നത്തെ ആ സാംസ്കാരിക രംഗം, അന്നത്തെ ആ സാമൂഹ്യ രംഗം അതിനൊരു പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യം, അവരുടെ ഉദ്ദേശമൊക്കെ വേറെന്തൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിലുള്ള ആ വൈകാരിക ബന്ധത്തിന് മറ്റ് അർത്ഥങ്ങളുണ്ടായിരുന്നു. മെഡിസിനൊക്കെ പഠിക്കുമ്പോൾ അച്ഛനില്ല. അച്ഛൻ ആഗ്രഹിച്ചിരുന്നോ താങ്കൾ ഒരു ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു? എന്തായിരുന്നു? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛനത് അവസാന കാലത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ മന്ന മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നീറമൺകര പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ ഹോസ്പിറ്റലാകുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ അങ്ങ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമായിരുന്നില്ല. കാരണം അച്ഛൻ ഡയബറ്റീസിൻ്റെ അനുബന്ധ രോഗങ്ങളുമായിട്ട് ഹോസ്പിറ്റലായിട്ട് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും പോയി കിടക്കും. അങ്ങനെ കൂടെ മാസങ്ങളോളം അവിടെ ചിലവഴിക്കേണ്ടതായിട്ടൊരവസ്ഥ വരാറുണ്ട്. പിന്നീട് കുടുംബത്തിലുള്ള ആൾക്കാരുടെയൊക്കെ തീരുമാനപ്രകാരം അമ്മ എന്നെ ഈ പഠിത്തം തുടർന്നു കൊണ്ട് പോകുന്നതിന് വേണ്ടി സ്കൂളിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്നാക്കി. അപ്പം പിന്നീട് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് രാവിലെ സ്കൂളിൽ പോകും, തിരിച്ച് മെഡിക്കൽ കോളേജിലെ റൂമിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വളരെ ദുഃഖം തോന്നുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും പഠിക്കുവാനായിട്ട് സാധിച്ചു. കേരളം ആരാധിക്കുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് താങ്കളുടെ അച്ഛൻ. താങ്കളുടെ കൗമാരം കടന്ന നേരത്താണ് അച്ഛൻ്റെ വിയോഗം. അച്ഛൻ്റെ ആ മരണം ഉണ്ടാക്കിയ ഏകാന്തത, ശൂന്യതയൊക്കെ എത്രത്തോളം ആഴമുള്ളതായിരുന്നു, വലിപ്പമുണ്ടായിരുന്നു? അന്ന് ഒറ്റപ്പെട്ടെന്ന് തോന്നിയോ? അത് ഭയങ്കര ഷോക്കായിരുന്നു. അതായത് അച്ഛൻ രോഗശയ്യയിലാണ് എന്നെനിക്കറിയാം.
4-5 വർഷങ്ങളോളം കിടപ്പിലായിരുന്നു. പക്ഷേ മരണം ഞാനോ അമ്മയോ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം അദ്ദേഹം രോഗശൈലിയാണെങ്കിൽ പോലും ഓർമ്മയുണ്ടായിരുന്നു, കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന അച്ഛന് പെട്ടെന്ന് മരണം സംഭവിച്ചത്. ഇത് എനിക്ക് വല്ലാത്തൊരു മാനസിക പ്രശ്നം ഉണ്ടാക്കി. ചികിത്സ വരെ തേടേണ്ടി വന്നു. ഒരു 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കുള്ള ആ ചുമതലാബോധം എനിക്ക് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് അച്ഛൻ തന്ന എന്തോ ഒരു ശക്തിയായിരുന്നു. ഞാനത് പലയിടത്തും എഴുതിയിട്ടുണ്ട്. കാരണം എനിക്കില്ലാത്ത എന്തൊക്കെയോ കഴിവുകൾ എനിക്ക് വരുന്ന പോലെ തോന്നി. വളരെ ഭംഗിയായിട്ടൊന്നും പഠിക്കാതിരുന്ന ഞാൻ പിന്നീട് അങ്ങോട്ട് ഫസ്റ്റ് റാങ്ക്കാരനായി. കൂടുതൽ ഞാൻ പഠിത്തത്തിൽ പണ്ടെങ്ങുമില്ലാത്ത വിധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുവരെ വേറെന്ത് വികാരമായിരുന്നു. കാരണം കുഞ്ഞുനാളിലെ കേശവദേവൻ്റെ മകനായി ജനിക്കുക എന്ന് പറയുന്നൊരു സൗഭാഗ്യമാണെങ്കിൽ പോലും എല്ലായിടത്തും ഒരു ചോദ്യമുണ്ട്. സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും മാധ്യമക്കാരാണെങ്കിലും മോ എഴുതോ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഈ ഭാഗ്യത്തിനേക്കാളേറെ നമുക്കൊരു മനസ്സിനൊരു സ്ട്രെസ്സായിരുന്നു. അച്ഛൻ ഭയങ്കര പ്രശസ്തൻ, അപ്പോൾ മകൻ പ്രശസ്തനായില്ല എങ്കിൽ അത് ബുദ്ധിമുട്ട്. അച്ഛന് ഒരു കളങ്കവും ഉണ്ടാക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രശസ്തിക്ക് യാതൊരു കോട്ടവും കൂടാതെ എനിക്കും ഭാവിയിലും ജീവിക്കാൻ സാധിക്കണം. പ്രശസ്തനാകാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരു കോട്ടം തട്ടരുത്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക്. അവർ തമ്മിലുള്ള പ്രണയം, അതേ തുടർന്നുണ്ടായ പോലീസ് അറസ്റ്റ്, ഇതൊക്കെ അന്ന് ചൂടുള്ള ചർച്ചാ വിഷയങ്ങളായിരുന്നു. പക്ഷേ അച്ഛനിൽ ഞാൻ കണ്ടത് ഒന്നിലും ഭയക്കുന്നൊരാളല്ലായിരുന്നു.